പറഞ്ഞോളി. 5-ാം തീയതി എന്നെ ഹിയറിംഗിന് വിളിച്ചു DHS. എന്നോട് എന്തുകൊണ്ട് എന്നെ എന്താണ് കാരണം? ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ഈ കാഞ്ഞിരപ്പുഴ 5 മണിക്കൂർ എത്തണം, അവിടെ സ്റ്റേ ചെയ്യാൻ സ്ഥലമല്ല, അവിടെ മറ്റേ ഡോക്ടർ താമസിക്കുന്ന മെഡിക്കൽ ഓഫീസർ താമസിക്കേണ്ട ക്വാർട്ടേഴ്സിലാണ് ഓഫീസ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പാലക്കാട് DMOനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സാറേ എനിക്ക് ഇവിടെ താമസിക്കാൻ നിങ്ങളുടെ അറേഞ്ച്മെന്റ് തരണം, അതിൽ ഓഫീസിലേക്ക് മാറ്റി തരണം, അല്ലെങ്കിൽ എനിക്ക് വേറെ ഇത് തരണം. കാരണം HRA എന്റെ ഹൗസ് ഹോൾഡ് അലവൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്, ഗവൺമെന്റ് എടുക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, അത് നിങ്ങൾ എനിക്ക് തരുന്നില്ല. അപ്പൊ എനിക്ക് താമസിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരണം. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു, ഇന്നലെ ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പം പറഞ്ഞു. അപ്പൊ പറഞ്ഞു ശരിയാക്കാന്ന് പറഞ്ഞു. അപ്പൊ 5-ാം തീയതി ഹിയറിംഗിന് വിളിച്ചപ്പോ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് ഇത്ര. അപ്പം അവർ പറഞ്ഞു അങ്ങനെ മറ്റേ ചുങ്കത്ര ഇഷ്യൂ ഇങ്ങനെ പറഞ്ഞു, ഈ സംഭവങ്ങൾ പറഞ്ഞു, എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യാണ്ട് ഇതൊക്കെ പറഞ്ഞ് വീട്ടിൽ പ്രായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ, ഞാനും മാത്രമേ ഉള്ളൂ, എനിക്ക് അവർ നോക്കണം, പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മൊത്തം ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയ്ക്ക് തന്നെ മാറ്റം പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാല് ഇവിടെ ഞാൻ സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം DHS മറ്റേ മേഡത്തെ കണ്ടു. DHS പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം പറഞ്ഞു വെച്ചാല് ആര്യാടന് ഭയങ്കര എതിർപ്പാണല്ലോ പറഞ്ഞു എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു മാഡം എനിക്കറിയില്ല ആര്യാടന് എന്താ എതിർപ്പ് എന്നുള്ള. ആര്യാടൻ മുഹമ്മദിന് ഈ ഹിയറിംഗിനെ വിളിച്ചത് മറ്റേ ആദ്യം സ്ഥലം മാറ്റിയതിനാണോ? ആദ്യം സ്ഥലം മാറ്റിന്റെ ഹിയറിംഗിന് മറ്റേ എതിർകക്ഷികളെ ഈ ചൈനീസ് ഡോക്ടേഴ്സിനെ എതിർകക്ഷികളാക്കി എന്തുകൊണ്ട് വെച്ചിട്ട് അത് ഞാൻ പറഞ്ഞു. അവര് രോഗികളെ വെച്ച് കച്ചവടം ചെയ്യുന്നതിനെതിരെ ഞാൻ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഞാൻ ഇനിയും പ്രതികരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവരെ എതിർകക്ഷികളാക്കിയത്. അപ്പൊ ഹിയറിംഗ് വിളിച്ചതിന് ശേഷം ഞാൻ മാഡത്തെ കണ്ടോ മാഡം പറഞ്ഞു ആര്യാടന് ഭയങ്കര എതിർപ്പാണല്ലോ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മാഡം, എന്റെ ആരോഗ്യം സ്ഥിരം എന്നെ മലപ്പുറം ജില്ലയിൽ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ മലപ്പുറം DMO പറഞ്ഞു എഴുതി കൊടുത്തിട്ടുണ്ട് ഈ ഡോക്ടറെ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മാഡം, ആര്യൻ മുഹമ്മദിനും മിനിസ്റ്റർക്കും പിന്നെ മലപ്പുറം DMO ഡോക്ടർ ഉമർ ഫാറൂഖിനും എന്നോടുള്ള ദേഷ്യം എന്താണെന്നുള്ളത്. ഇനി ഞാൻ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിലാണോ എന്നുള്ളത് എനിക്കറിയില്ല. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല. ഞാൻ രോഗികൾക്ക് അത്രയും നല്ല സാമ്പിൾ മെഡിസിൻസ്, ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പിൾ മെഡിസിൻസ് ജീപ്പിൽ ഞാൻ തന്നെ ഓടിച്ചിട്ട് കൊണ്ടേ കൊടുക്കുന്ന ചെയ്യുന്നത്. ഇനിയിപ്പോ മെഡിസിൻ ലോബിന്റെ വേറെ അത്ര ഇൻഫ്ലുവൻസ് ഒന്നും എനിക്കറിയില്ല. ഇവർക്ക് മാഡം ഇത്ര തന്നെ പറഞ്ഞു ആര്യാടന് ഭയങ്കര എതിർപ്പുണ്ട്, DMO എഴുതി തന്നിട്ടുണ്ട് ഈ ഡോക്ടർ വേണ്ടാന്നുള്ളത്. ഞാൻ പറഞ്ഞു മാഡം എനിക്കറിയില്ല. വീണ്ടും പറഞ്ഞു എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇവർക്ക് എന്നെ എതിർക്കുന്നത് എനിക്കറിയില്ല. മേ ബി ഞാൻ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിരിക്കാം. അല്ലാണ്ട് ഞാൻ ഡ്യൂട്ടിയിൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഡ്യൂട്ടി ചെയ്യാറ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സ്റ്റാഫിനൊക്കെ അറിയുന്ന കാര്യം തന്നെ. കാരണം ആര് സ്റ്റാഫ് എന്ത് ഇതാക്കിയാലും ഞാൻ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ഡ്യൂട്ടി ചെയ്യാറുള്ളത്. വിളിച്ചിട്ടാണോ പറഞ്ഞത് വീണ്ടും അങ്ങോട്ടേക്ക്? അതന്നെ ഹിയറിംഗിൽ സ്റ്റേറ്റ്മെന്റ് എഴുതിയതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷം ഞാൻ മാഡത്തെ പോയി കണ്ടു DHSനെ കണ്ടപ്പോഴാണ് DHS എന്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു മാഡം എന്നെ എങ്ങനെയെങ്കിലും മാറ്റി തന്നെ പോയത്. കാരണം എന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ കൊളായിട്ടുണ്ട്. കാരണം ഞങ്ങൾ 27 കുടുംബങ്ങളെ നോക്കുന്നുണ്ട്, 15 ആദിവാസി കോളനി, ഒരു ഓർഫനേജ്, ഒരു ഓൾഡ് ഏജ് ഹോം, പിന്നെ വേറെ 2 കിണർ വീഴാണ്. ഇപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ആര്യണ്ണ മണ്ഡലത്തിൽ 2 കിണർ കുത്തി കൊടുക്കുന്നുണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് 2 കിണർ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ എതിർപ്പ് നന്നായിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇതിപ്പോ ഈ എനിക്ക് തോന്നുന്നു മറ്റേ നിങ്ങള് ഈ മറ്റേ ഡോക്ടർമാരുണ്ടല്ലോ അവർക്കെതിരെ ഈ മാനനഷ്ടത്തിനൊക്കെ അവർക്കെതിരെ ഒക്കെ പറഞ്ഞല്ലോ, അത് ഒരു കാരണമായിക്കോ? അല്ല, ബാക്കി ഡോക്ടേഴ്സ് ഒന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ബാക്കി ഡോക്ടേഴ്സിന് ഒരുപാട് കള്ളക്കളികൾ എനിക്ക് അറിയുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് മരുന്ന് കമ്പനികളിൽ 3-4 മരുന്ന് കമ്പനിയിലെ ഡോക്ടർമാരെ എനിക്കറിയാം. ഒരു ഡോക്ടർക്ക് തന്നെ 3-4 കമ്പനികളിൽ എനിക്കറിയാം. മൾട്ടിപ്പിൾ പാർട്ണർഷിപ്പുകൾ അറിയാം, സ്കാനിങ് സെന്റേഴ്സിൽ അറിയാം, ലാബിൽ അറിയാം. അവർ ചെയ്യുന്ന അതിനൂതനമായ രോഗികളെ കച്ചവടം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. DMO അനധികൃതമായി വിദേശയാത്ര ചെയ്ത കാര്യം എനിക്കറിയാം, വിത്ത് എവിഡൻസ്. അതിന്റെ വീഡിയോസ് യൂറോപ്പിൽ അവിടെയും ഇവിടെയും കറങ്ങിയത്. അതാണ് DMOക്കിനോടുള്ള മെയിൻ ദേഷ്യം. ഞാൻ 3 പ്രാവശ്യം FBയിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. പണ്ട് അയാൾ എന്നെ വർക്കിംഗ് റേഞ്ചിൽ കേരളയ്ക്ക് വണ്ടൂർക്ക് മാറ്റിയപ്പോ. അത് കാരണം DMO അങ്ങനെ മറ്റേ ഗവൺമെന്റിനോട് ചോദിക്കാതെ പോയി എന്ന് പറഞ്ഞിട്ട് NOC ഇല്ലാണ്ട് പോകാൻ പാടില്ല. മറ്റേ ഗവൺമെന്റ് ഓഫീസേഴ്സ് NOC ഇല്ലാണ്ട് പോകാൻ പാടില്ല. അയാള് ഒളിച്ചണിച്ചിട്ട് മറ്റേ GCCയിലും യൂറോപ്പിലൊക്കെ കറങ്ങിയിട്ടുണ്ട്. അത് അയാളെ പാസ്പോർട്ട് ഒക്കെ അറിയാൻ പറ്റുമല്ലോ സംഭവം. അറിയാൻ പറ്റല്ലോ. എങ്ങനെ വിവരാവകാശം കൊടുത്താൽ അറിയാൻ പറ്റല്ലോ. വിവരാവകാശം കൊടുത്താൽ അറിയാൻ പറ്റും. അഭിവകാശം കൊടുക്കണം. അപ്പൊ ഇത് അത്രയ്ക്കും നിയമവിരുദ്ധമായിട്ട് ഞാൻ ഹിയറിംഗ് കഴിഞ്ഞ് 5-ാം തീയതി ഹിയറിംഗ് കഴിഞ്ഞ് ഞാൻ ഇവിടെ തിരിച്ചെത്തി. 9-ാം തീയതി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത്. പിന്നെ ഞാൻ ഇന്നലെ പോയിട്ട് ഞാൻ വീണ്ടും DMO വിളിച്ചു പറഞ്ഞു എനിക്കൊരു താമസിക്കാൻ സ്ഥലമില്ല. കാരണം 5 മണിക്കൂർ എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ. കാരണം ഞാൻ അത്രയും ക്ഷീണിച്ചു പോവാണ്. പിന്നെ എനിക്ക് ഡ്രൈവർ വെച്ചിട്ട് എനിക്ക് സാലറിന് കൊടുക്കാനേ പൈസ ഉള്ളൂ. കാരണം ഇത് പാവപ്പെട്ടവർക്കുള്ള പൈസയാണ് എന്റെ ശമ്പളം. അപ്പൊ പറഞ്ഞു ശരിയാക്കെന്ന് പറഞ്ഞു. ഇന്നെന്റെ വിളിച്ചിട്ട് പറയുന്നു ഓർഡർ ആയിട്ടുണ്ട്. ഞാൻ ഡേറ്റ് എന്നാണ് 9-ാം തീയതി ഓർഡർ, തിങ്കളാഴ്ച ഓർഡർ ഇട്ടുണ്ട് എന്നെ മാറ്റിയിട്ട്. അപ്പൊ ഇതെല്ലാം പ്ലാൻഡ് കളികളാണ് മൊത്തം. കംപ്ലീറ്റ്ലി പ്ലാൻഡ് ആണ്.
DHS എനിക്ക് വാക്ക് എന്നാണ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മലപ്പുറം ജില്ലയിൽ പറഞ്ഞു നിലമ്പൂര് എന്തായാലും തരില്ല എന്ന് പറഞ്ഞു. നിലമ്പൂർ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. കാരണം മൂപ്പര മണ്ഡലത്തിൽ എനിക്ക് വേണ്ട. മറ്റേ വണ്ടൂര് മതി, അനിൽകുമാർ സാറ മണ്ഡലത്തിൽ മതി. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തതും എനിക്ക് ഏറ്റവും കൂടുതൽ രോഗികൾ നോക്കാൻ പറ്റിയതും മെഡിസിന് സാമ്പിൾ മെഡിസിൻ കൊടുക്കാൻ പറ്റിയത് അവിടെ തന്നെയാണ്. എനിക്കത് മതി കോടതി സ്റ്റേ ചെയ്തിരുന്നല്ലേ നിങ്ങളത്? കോടതിയിൽ ഒരു ചെറിയ എന്തൊരു ട്രൈബ്യൂണൽ എപ്പോഴുള്ളത്. ഇനിയിപ്പോ ഞാൻ ഹൈക്കോടതിയിൽ പോണത് സംഭവം. കാരണം ഇത് അത്രയ്ക്ക് നിയമം നിങ്ങൾ ആലോചിച്ച് നോക്കും. കാരണം 3 മാസമായിട്ടുള്ള എന്നെ അങ്ങോട്ട് മാറ്റിയിട്ട് ആ 3 മാസം കൊണ്ട് വീണ്ടും അതിന്റെ അപ്പുറത്തേക്ക് ശിരുവാണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആ കുന്നിന്റെ മുകളിലേക്ക് മറ്റൊരു ഡിസ്പെൻസറിയിലേക്ക് അങ്ങനെ അങ്ങോട്ടാ മാറ്റിയിട്ടുള്ളത്. ഇതെന്ത് ന്യായമായിട്ടുള്ളത്? അത്രയും നേരത്തുള്ള സ്ഥലത്തേക്ക് എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ ഒരിക്കലും പറ്റില്ല. ഇവരെന്താണ് വിശദീകരണം പറഞ്ഞത്? എന്താണ് എന്താ കാരണം? ഇല്ല ഒരു കാരണമില്ല, എന്നോട് മാറ്റി അത്ര തന്നെ. ആര്യാട് മുഹമ്മദിന് താല്പര്യമില്ല ഇവിടെ നിക്കണേന്? ഇല്ല ആര്യാട് മുഹമ്മദ് അത്രയ്ക്ക് എതിർപ്പുണ്ട്. DMO മലപ്പുറം DMO ഡോക്ടർ ഉമർ ഫാറൂഖ് എഴുതി കൊടുത്തിട്ടുണ്ട് ഈ ഡോക്ടർ മലപ്പുറം ജില്ലയിൽ വേണ്ടാന്നുള്ളത്. അതിന് കാരണം ഞാൻ പല രീതിയിൽ അതിന്റെ അടുത്ത് മറ്റേ ഉപരിതമ്മിലൊക്കെ അവരൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇയാള് വിദേശയാത്ര ഇന്നെ പല സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഇയാള് വിദേശയാത്ര നടത്തുന്നതും മറ്റേ വേറെ പല മരുന്ന് ബിസിനസ്സുകളൊക്കെ കുറെ ഡോക്ടേഴ്സ് നടത്തുന്നുണ്ടല്ലോ. ഞാൻ അവർക്കെതിരെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എഴുതാറുണ്ട്. ഞാൻ തെറ്റ് ഇവർ രോഗികൾ വെച്ച് കച്ചവടം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അതിനെന്ത് ഞാൻ പ്രതികരിക്കുകയും ചെയ്യും. ഏത് 9 ഡോക്ടറായിരുന്നു. അപ്പൊ ഇവരെല്ലാം ഒക്കെ കൂടി ചേർന്നിട്ട് ഈ 3 മാസം കൊണ്ട് അത്ര ഇത് പറഞ്ഞാല് ശരിക്കും നിയമത്തിലല്ലേ നിങ്ങൾ പറയും. 3 മാസം കൊണ്ട് അപ്പോഴേക്കും വീണ്ടും വേറൊരു കുന്നിന്റെ പുറത്തേക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല എനിക്ക്. ഞാൻ നടന്നുകൊണ്ടിരുന്നു ചിലപ്പം. അത് ശിരുവാണിയും മറ്റേ കുന്നിന്റെ മുകളില്. അപ്പൊ ഇത് നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ഇമ്പാക്ട് ഫാറൂഖിന്റെ നമ്പർ ഉണ്ടോ? ഉമർ ഫാറൂഖിന്റെ നമ്പർ എന്റെ ഉണ്ട് തോന്നുന്നു. ഞാൻ SMS അയക്കാം. മറ്റില്ലെങ്കിൽ ഒപ്പിച്ചുതരാം. ആയിക്കോട്ടെ. ഞാൻ വിശദമായിട്ടൊന്ന് വിളിക്കാം ചെയ്യാൻ തുടങ്ങിയ. ആയിക്കോട്ടെ. ഓക്കെ.